വെള്ളൂർ ജനത തീറ്റപ്പുൽ വിത്ത് വിതരണവും ധനസഹായവും നടത്തി. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വെള്ളൂർ ജനത ക്ഷീരോത്പാദക ക്ഷേമ സംഘം ക്ഷീര കർഷകർക്കായി അത്യുൽപാദന ശേഷിയുള്ള തീറ്റപ്പുൽ വിത്ത് വിതരണം നടത്തി. കാർഷിക വികസന ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സന്തോഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ക്ഷീരോത്പാദക ക്ഷേമ സംഘം സെക്രട്ടറി കെ പി പ്രകാശൻ സ്വാഗതവും പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പശു മരണപ്പെട്ട ക്ഷീര കർഷകർക്കുള്ള ധനസഹായ വിതരണവും അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. അഭിമാനത്തിന്റെ മറുപേരാണ്. ഒരുപക്ഷെ മിൽമ പോലുള്ള സംഘങ്ങൾ 1000 കോടിയിലേറെ ടേൺ ഓവറുള്ള സംഘമായി നിൽക്കുമ്പോൾ നമ്മളൊരു 100 കോടിയിലധികം ടേൺ ഓവറുണ്ട്. പക്ഷേ 1000 കോടിയേക്കാൾ എത്രയോ 10 മടങ്ങ് പകിട്ടുള്ളതാണ് നമ്മുടെ 100 കോടി. കാരണം നമ്മളത് പോലുള്ള സൊസൈറ്റി പോലുള്ള നിരവധി സൊസൈറ്റികളുടെ കോൺഫെഡറേഷനാണ് മിൽമ. നമ്മൾ ഒറ്റക്ക് നിൽക്കുക. തീർച്ചയായും ആ ഒറ്റക്ക് നിന്ന് ഇത്രയേറെ വിപുലമാകാൻ കഴിയുന്നു എന്നത് നേതൃത്വത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വലിയ ഭാവനാപൂർണമായിട്ടുള്ള ഇടപെടലുകളാണ്. പുതിയ കാലത്ത് വൈവിധ്യവൽക്കരണം ഉണ്ടാകേണ്ടത്. ജനത സ്വന്തമായി ഫാം തുടങ്ങുന്നു. ഒപ്പം തന്നെ പുതിയ കാലത്ത് പാലിൻ്റെ പരിശുദ്ധി വളരെ പ്രധാനമാണ്. വിവിധ കെമിക്കലുകൾ ചേർത്തിട്ടുള്ള പാല് നമ്മുടെ എല്ലാം വീട്ടിൻ്റെ അകത്തളങ്ങളിൽ വരുന്നുണ്ട്. നല്ല കട്ടിയുണ്ടാകുമെന്ന് പറഞ്ഞ് പാല് വരുന്നു. കുറേ ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞ് പാല് വരുന്നു. ഇതെല്ലാം ചില കെമിക്കലുകൾ ചേർത്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കി കൊണ്ടുവരുന്നൊരു കാലം കൂടിയാണ്. വാർഡ് കൗൺസിലർ ഇ ഭാസ്കരൻ, ജനതാ ക്ഷേമ സംഘം ഡയറക്ടർ കെ വി സുധാകരൻ, ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി ശ്രീജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷേമ സംഘം ഡയറക്ടർ വി ശശി നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ ക്ഷീരകർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസും എടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.